അപ്പോഴേ എവിടെയാണ് എല്ലാവരും? നമുക്കിന്നേ ഒരു പ്രോൺ പുലാവായാലോ? അപ്പോൾ അതിന് വേണ്ടി ബസ്മതി റൈസ് ആദ്യം സോക്ക് ചെയ്ത് വെക്കണം. നമുക്ക് സവാള ഒന്ന് ആദ്യം മുരിച്ചെടുക്കണം കേട്ടോ. അത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ ഗ്രാമ്പു, പട്ട, ഏലക്ക, ജാതിപത്രി, തക്കോലം, ബേ ലീഫ് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് പൊടിയായി തന്നെ സവാള ചേർത്ത് കൊടുക്കാം. സവാള വയന്ന് വന്നാൽ അതിലേക്ക് തക്കാളി കൂടെ നമ്മൾ ചേർത്തിട്ട് തക്കാളി നല്ല പോലെ ഉടഞ്ഞു വന്നാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഉപ്പും ആവശ്യത്തിന് ചേർക്കുക, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല എല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് പ്രോൺ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് 1 കിലോ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈര്, മല്ലിച്ചപ്പ്, കുറച്ച് പച്ചമുളകും, ഒരു 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കുക. ഇതൊന്ന് തിളപ്പിച്ച് ആ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ അതിൽ നിന്ന് ചെമ്മീൻ മാറ്റി കൊടുക്കാം. നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബസ്മതി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്തിട്ട് അടച്ചു വയ്ക്കാം. വെള്ളം ഒന്ന് വറ്റി തുടങ്ങുന്ന സമയത്ത് കുറച്ചുകൂടെ പച്ചമുളകും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. അടച്ചു കൊടുക്കാം. ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീനും വറുത്ത് വെച്ച് ആ ഒരു സവാളയും ചേർത്ത് കൊടുക്കാം. കൂടെ മല്ലിച്ചപ്പും ഫ്രഷ് നെയ്യും ചേർത്തിട്ട് ഒന്ന് ദം ഇട്ട് കൊടുക്കുക. വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം.